ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ കറി റെസിപ്പി കണ്ടാലോ. ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പൈനാപ്പിൾ, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, വെള്ളം, ഉപ്പ് ഇത്രയും ചേർത്ത് ഇളക്കി നമുക്ക് വേവിക്കാനായി അടച്ചു വെക്കാം. പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി അരക്കപ്പ് തേങ്ങ, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, മുളക് പൊടി, പിന്നെ ഇത് അരയാൻ വേണ്ടിയിട്ട് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അരച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റാം. ഇനി വെന്ത പൈനാപ്പിളിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പം ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമില്ലാത്ത പൈനാപ്പിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ കറി ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കടുവറുത്തൊഴിക്കാം. അതിനായി വെളിച്ചെണ്ണ, കടുക്, ചെറുതായി അരിഞ്ഞ കൊച്ചുള്ളി ഇത്രയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ നിറം മാറി തുടങ്ങുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രമേ ഈ ഉണക്കമുളക് ചേർക്കാവൂ. അതിനുശേഷം അതും ഒന്ന് എണ്ണയിലൊന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കടുവറുത്ത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഉടനെ തന്നെ അത് ഇളക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് ആ സമയത്ത് ഇളക്കി യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.